ഒരു ചൊറിച്ചിൽ പോലെ. അപ്പൊ ഞങ്ങള് ഇവനെയും കൂടി ഒന്നുകൊണ്ട് ആശുപത്രി കാണിക്കാന്ന് കരുതി. വാടാ, വണ്ടി കയറിയിരിക്കണേ. വാ വാ വാ, വന്ന് ഇരിക്കടാ. ശരി. അവന് വണ്ടി കയറി ഇരിക്കാനൊക്കെ മലയാളത്തിൽ പറഞ്ഞാൽ മതി. അവയ്ക്കുള്ള ഒരു കാര്യവും മലയാളം അറിഞ്ഞൂടാ അവന്. മലയാളം അവന് ഒരു ആഹ അറിയാന്നുള്ളത് ഫുഡ് കഴിക്കുമ്പോൾ ഇരിക്കാനും എവിടെയെങ്കിലും പോവാൻ വണ്ടി കയറി ഇരിടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവന്. ഇത് രണ്ടും ഇഷ്ടമുള്ള കാര്യം രണ്ടും ചെയ്യും. കൊണ്ടുപോകാൻ ആരും കൂട്ട് വേണ്ടെന്ന് അറിയാമല്ലോ ബൈക്കിലിരിക്കാൻ. അപ്പം ഞാനും കൊണ്ടുപോകണം അങ്ങോട്ട് പോകാനായിട്ട്. ആശുപത്രി വരെ പോകാനായിട്ട് ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. പോണ വഴിക്ക് മോക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. രാവിലെ 7:30 മുതൽ ഒരു മണിക്കൂർ ട്യൂഷൻ. അപ്പം അവളെയും വിളിച്ചു. പിന്നെ നേരെ വിചാരിച്ചു ആശുപത്രി കൊണ്ടുപോകുന്നതിന് മുന്നേ ഒന്ന് മീനൊക്കെ മേടിച്ച് വെക്കാം, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും തീരുവാണെങ്കിലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ആശുപത്രിയിലെത്തി. അപ്പം അവിടെ ഒരു പൂച്ചയ്ക്ക് സുഖമില്ലാതെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പം എന്തായാലും കൊണ്ടു ഇവിടെ കിടന്ന് ചിറയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവളെ അവിടെ പിടിച്ചിട്ട് എഴുതിയൊക്കെ. എന്നിട്ട് സംഭവം അവന് ചെറുതായിട്ട് ചുമപ്പും തടുപ്പും ഇടയ്ക്ക് നിങ്ങൾക്കറിയാലോ, ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോയിൽ പറയുന്നതുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് അവന് വയ്യാതെ ആവുന്നുണ്ട്. ഞാൻ അങ്ങനെ ആശുപത്രി വന്നപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അയ്യോ, നല്ല വേദന എടുത്ത്. അടുത്ത ആഴ്ച കരയുന്നു. പിടി കൊണ്ടുപോ വെളിയിലോട്ട്. അയ്യോ എൻ്റെ വേദന. മക്കളെ മാറിയാ? അയ്യോ കരയണ എന്തിന്? എത്ര ഇങ്ങനെ അല്ല, കുറച്ച് തള മാറട്ടെ, തടയി കൊടു. മാറിയല്ല വേദന? വെളി കൊണ്ടോ. ഈ കുറുക്ക് നോക്കി ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അവൻ പെട്ടെന്ന് തളർന്നു പോയി. കുറേ നേരം അവൻ കരഞ്ഞും വിളിച്ചുമൊക്കെ ഇരുന്ന് പാവം തോന്നി കേട്ടോ. പിന്നീട് അവന് ബൈക്കിൽ കയറിയപ്പോൾ ഉള്ള അവൻ്റെ സന്തോഷം നോക്കിയേ. തിരിച്ച് മോളുള്ളത് കൊണ്ട് അവൾ വീഡിയോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. അവൻ്റെ ആ ചിരി ഉണ്ടോ, റൈഡർ കണ്ണാപ്പി എൻ്റെ കുഞ്ഞു. അവൻ്റെ ആ ഇഞ്ചക്ഷൻ്റെ വേദന എല്ലാം അവനെ ബൈക്കിൽ കയറ്റിയപ്പോൾ അങ്ങ് മാറി കേട്ടോ. പിന്നെ നേരെ വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ അവൻ പിന്നെ എൻ്റെ ബാക്കേ ആയിരുന്നു കുറേ നേരം. ഞാൻ നോക്കിയപ്പോൾ അടുക്കളയിൽ ഞാൻ തുടൽ ഊരിയില്ലേ, ഞാനങ്ങ് പെട്ടെന്ന് അടുക്കളയിൽ കയറിയപ്പോൾ ഓടി വന്ന് നേരെ വന്ന് കിടക്കുവാണ്. അപ്പോൾ ശ്രീകുട്ടി വന്നിട്ട് ചോദിക്കുന്നു, എന്ത് പറ്റി അമ്മേ അവൻ ഇങ്ങനെ കിടക്കുന്നേന്ന്. കിടന്ന് പിടക്കുകയൊക്കെ ചെയ്തടി. അയ്യോ ചുമ്മാ അല്ലെങ്കിൽ ഇങ്ങനെ വന്നത് അവൻ ഇങ്ങനെ കിടക്കാനല്ല. അയ്യോ എന്താ പറ്റിയടാ? എൻ്റെ പൊന്നിന് വയ്യ. ഇഞ്ചക്ഷൻ എടുത്ത് എൻ്റെ അടുത്ത് എന്നെ വന്ന് അടുക്കളയിൽ കിടക്കുന്നത്. ഞാൻ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടും എൻ്റെ കൂടെ വന്ന് കിടക്കുക പൊന്നോക്കള്. എനിക്കിങ്ങനെ അതിശയായിരുന്നു വന്ന സമയം തൊട്ട് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത് പാവം എൻ്റെ പിള്ളേക്ക്. വേന എടുക്കണടി. നട്ടൽ നോക്കി അവള് എന്തിനാ തോടയിൽ വല്ലതും എടുക്കാതെ നട്ടൽ നോക്കി എടുത്തു കൊടുത്ത്. കൊച്ചിൻ്റെ വേദന കൊണ്ട് കുറേ നേരം പിടയ്ക്കായിരുന്നു. ഓ നിറയെ കരഞ്ഞ്, കുഞ്ഞു കരഞ്ഞ്. കുഞ്ഞിനങ്ങ് സഹിക്കാൻ വയ്യാണ്ടായി.
അവൻ്റെ വിഷമം കണ്ടപ്പം ആ കഴുത്തിൻ്റെ അവിടെ കാണിച്ചു കൊടു, ഈ തുടലങ്ങ് ഊരി കൊടുത്തു, തുടലോടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്തെന്നറിഞ്ഞൂടെ, അവന് പണ്ടേ ഉള്ളതാണ്, അവൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ളതാണ് ഈ ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇതുപോലെ എന്തോ, അവിടെ നിന്ന് രോമം പൊഴിഞ്ഞു പോവും, കുറച്ചിങ്ങനെ ചുവപ്പ് പുള്ളികളായിട്ട് വരും, പിന്നെ അവിടെ ചൊറിച്ചിലും ഉണ്ട്. അപ്പം ഇടയ്ക്ക് വെച്ച് ഞാൻ നിർമ്മല ചേച്ചി പറഞ്ഞ ഗുളികയാണ് ഞാൻ കൊടുത്തത്. 10 ദിവസം കൊടുത്തപ്പോൾ അങ്ങ് മാറി. പിന്നെ ഇപ്പോഴേ വീണ്ടും വന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും അന്നും ആശുപത്രിയിലൊന്നും കാണിച്ചില്ലല്ലോ. ഒരു ആശുപത്രി കാണിച്ചു, അന്ന് ഡോക്ടർ വേറെ ആയിരുന്നു, ഒരു ഓയിൽമെൻറ്റ് മാത്രമേ തന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നല്ലൊരു ഡോക്ടറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവനെയും കൊണ്ട് പോയി. അപ്പോൾ പറഞ്ഞ് 2 ഇഞ്ചക്ഷൻ എടുക്കണം, ഇപ്പോൾ ഈ ആഴ്ചയിൽ 1, അടുത്ത ആഴ്ചയിൽ 1 2 ഇഞ്ചക്ഷനും ലോഷനും, പിന്നെ ആഴ്ചയിൽ 3 ദിവസം ഇപ്പോൾ കുളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ മരുന്ന് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഴ്ചയിൽ 3 ദിവസം കുളിപ്പിക്കണം. പിന്നെ കുളിപ്പിക്കാനായിട്ടൊരു ഷാമ്പു തന്നു, അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം കുളിപ്പിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ലോഷൻ, ഇവൻ്റെ എവിടെയാണോ ചൊറിച്ചിലുള്ള അവിടെയൊക്കെ ലോഷനും ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആഴ്ചയിൽ ഇങ്ങനെ ഇനിയിപ്പോൾ ചൂടായതുകൊണ്ടാണോ അതോ ഇത് ഷാമ്പു ഇട്ട് കുളിപ്പിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. ആഴ്ചയിൽ 3 ദിവസം. ഇപ്പം ഇനി നമ്മൾ 1.5 കുളിയൊക്കെ നിങ്ങൾക്ക് കാണാം. എൻ്റെ ഗുണ്ടുവിന് അടുക്കളയിൽ നിന്ന് പോവാനേ വയ്യ, ഭയങ്കര ക്ഷീണമായി പോയി കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് അവൻ്റെ സ്ഥിരം അറിയാമല്ലോ, ചോറ് കൊടുക്കാൻ നേരത്ത് അവൻ ഒറ്റൊരു ഓട്ടമാണ് പുറത്തോട്ട്. പിന്നെ അവന് നല്ല വിശപ്പുണ്ട്, ഈ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെയൊക്കെ ക്ഷീണവും വിശപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ കിടന്നിങ്ങനെ ചോറ് വാങ്ങി കഴിക്കുന്നുണ്ട് അവൻ. അങ്ങനെ അവൻ ചോറ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കഴിക്കും. നല്ല വിശപ്പും ഉണ്ട്, ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ക്ഷീണവും ഉണ്ട്. വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വന്ന ഉടനെ വെള്ളം കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചോറിങ്ങനെ ആസ്വദിച്ച് അവൻ കഴിക്കുന്നുണ്ട്. ആദ്യം ഒരു ചെറിയ മടിയുണ്ടെങ്കിലും നന്നായിട്ട് ആസ്വദിച്ച് അവൻ കഴിക്കുന്നുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടെന്ന് അവൻ ഇവിടെ അങ്ങ് കിടന്നു എന്നാ കഴിക്കാനായിട്ടേ, എൻ്റെ അടുത്ത് തന്നെ ഇരുന്ന്. അതിൻ്റെ ഒരു കഴിക്കൽ കാണാൻ തന്നെ ഒരു ക്യൂട്ടാണ്. അടുത്ത് ചോറിങ്ങനെ നോക്കിയിരിക്കുക, ഉരുട്ടുന്നത് നോക്കിയിരിക്കുവാണ്. ഇരുന്ന് കഴിക്കുക എന്നുള്ളത് ഒരു നിർബന്ധമാണ്, കിടന്ന് കഴിക്കുക. ഇന്ന് സൂചി കുത്തിയിട്ട് നോക്ക് ചോറ് കഴിഞ്ഞോ അമ്മേ? എടാ കഴിക്കടാ ഗുണ്ടു, ചേച്ചിനെ വഴക്ക് വെപ്പിച്ച് തരരുത്. പറഞ്ഞത് ഇനി ഞാൻ കഴിക്കുന്നില്ല. ഞാൻ അമ്മയെ കരുതിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഓഹോ, അപ്പൊ ചേച്ചി ചേച്ചി അങ്ങനെ പറയരുതായിരുന്നു അല്ലേ ഗുണ്ടുവേ? പറഞ്ഞു പോയി, ഇനി കഴിക്കും. അപ്പോൾ വാ തുറന്നു തരൂലേടാ നീ? ഓക്കെ. അയ്യോ ദാണ്ട് അടുത്ത ആള് വിളിക്കണം, അവക്കും കൊണ്ട് കൊടുക്കണം ചോറ്. ഇവിടെ അമ്മ വരെയാണെങ്കിൽ ഗുണ്ടു അമ്മയുടെ കാലിന്റെ താഴെ ചെന്ന് കിടക്കും. വേറൊന്നുമല്ല, അമ്മ കൊണ്ടുവരണ പലഹാരവും കാത്തു കിടക്കണേ. ഇരുന്നിരുന്ന് കൊച്ചങ്ങ് ഉറങ്ങിപ്പോയി. പാവം എൻ്റെ ഗുണ്ടപ്പേ. അങ്ങനെ നമ്മളെ ഗുണ്ടപ്പൻ സമരത്തിന് കിടന്നു സമരം ചെയ്ത് ഇരുന്നിരുന്ന് കിടന്നു പോയതാണ്. ഗുണ്ടപ്പൻ ഇന്നൊന്നും മാറ്റിക്കൊണ്ട് വന്നില്ല. അയ്യോ, ഒന്നുമില്ല. അമ്മ മിച്ചറാണ് കൊണ്ടുവന്നത്. എന്തെങ്കിലും ചെയ്യാം, ചായ ഇടുമ്പോ കൊണ്ട് കൊടുക്കാം. ചിപ്സ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ഗുണ്ടപ്പൻ വിഷമിച്ച് കിടക്കുകയാണ്, സമരത്തിലാണ്. ഇനി അമ്മ എന്തേലും കൊടുത്താലേ അവൻ എണീക്കുള്ളൂന്ന് പറയുന്നേ. അവൻ ഇന്ന് എഴിക്കുമോ ഇല്ലേ?
കുറച്ച് നേരം ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ കിടന്നെങ്കിൽ പിന്നെ ഒരു 1.5 മണിക്കൂറോളം അവൻ ആ ഒരു വിഷമത ഉണ്ടായിരുന്നു കേട്ടോ ഇൻഡക്ഷൻ എടുത്തതിന്. പിന്നെ നല്ല ആക്റ്റീവായി ഓടിച്ചാടി അവൻ്റെ ബോളൊക്കെ കൊണ്ട് കളിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പം ഇതാ കിടന്ന് ഉറങ്ങുന്നു. അവന് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ആക്റ്റീവായി. പക്ഷേ കുറേ നേരം ഡള്ളായിട്ട് കിടന്നു കേട്ടോ. അത് ഇങ്ങനെ നട്ടൽ നോക്കി ആ കുറുക്ക് ഭാഗം ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു അവന് ചെറിയ. അല്ലാതെ ഇൻഡക്ഷനൊന്നും എടുത്ത് അവന് വലിയ കുഴപ്പമില്ലാതിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ അവന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അവൻ നല്ല ആക്റ്റീവാണ്. പിന്നെ നിങ്ങൾ എല്ലാവരും ചോദിക്കും നമ്മൾ ആമിക്കുട്ടിയെ കാണാനില്ലെന്ന്. ഇപ്പം പഴയതുപോലെ ആമി വരത്തില്ല. നമ്മൾ ആമി വന്നാൽ മൈൻഡ് ചെയ്യില്ല ഇപ്പം. കാരണം ഇവിടെ വന്ന് കുട്ടികളെയൊക്കെ പേടിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾ ആമി വരുമ്പം ഗേറ്റ് തുറക്കാനോ പുറത്തു പോയി അവനെ നോക്കാനോ പോവാതിരുന്നപ്പോഴേക്കും അവളിപ്പോൾ വരുന്നില്ല കേട്ടോ. ഇപ്പം നൈറ്റൊന്നും വരത്തില്ല. അവൾ അവിടെ തന്നെ, അഥവാ അഴിച്ചു വിട്ടാലും അവിടെ തന്നെ ഉണ്ട്. വീട്ടിൽ അങ്ങ് ടെറസിൻ്റെ മുകളിൽ കയറി അങ്ങ് കിടക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം ഇവിടെയും ഭയങ്കര ചെല്ലമാണ് കേട്ടോ. ചോറൊക്കെ കഴിക്കാനായിട്ട് ആമി പണ്ടത്തെ ആമിയൊന്നും അല്ല. ആമിക്ക് ഭയങ്കര ചെല്ലമാണ്. ഇവിടുത്തെ ഗുണ്ടൂര കണ്ടുപഠിച്ചതുപോലെയാണ് ആമിയും. ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര പടിയാണ്. അമ്മ പിന്നെ അങ്ങോട്ട് നീക്കി വെച്ച് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിക്കുന്നുണ്ട്. എന്നാലും അവക്കും മടി തന്നെ. ഇടയ്ക്കിടയ്ക്ക് അമ്മ വാരിയൊക്കെ ഉരുട്ടിയൊക്കെ വെച്ച് കൊടുക്കണം. ഭയങ്കര മടി തന്നെ ഇപ്പം ആമിക്കും കഴിക്കാനായിട്ട്. ഈ വേനലൊക്കെ ആയതുകൊണ്ടേ ഇപ്പം ഭക്ഷണമൊന്നും ദഹനമില്ലല്ലോ, കണ്ടോ ഓടിക്കളഞ്ഞത്. അവൾക്ക് കുറച്ച് മതി. പക്ഷെ ഇനി അമ്മ നിർബന്ധിച്ച് കൊടുക്കും കേട്ടോ. പിടിച്ച് വീണ്ടും കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് ഈ ചൂടായതുകൊണ്ട് ഞാൻ പറഞ്ഞു അധികം നിർബന്ധിക്കേണ്ട, കഴിച്ചോട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ കമൻ്റ് ഇടുക. ആരും ഇപ്പം കമൻറ്റും പഴയതുപോലെയൊന്നും ഇടുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതെ, പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഷോർട്സിലൊക്കെ പറയാം. ശ്രീക്കുട്ടിയുടെ ഒരു ചെറിയ വിശേഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷവും കാര്യങ്ങളും നമ്മൾ ഫോട്ടോയും വീഡിയോസും, അതെ, നമുക്ക് വീഡിയോയും ഫോട്ടോയും ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ കിട്ടിയതിന് ശേഷം, അപ്പോൾ എന്തായാലും ഫോണിലെടുത്ത വീഡിയോ ശരിയാവില്ല, വീഡിയോയും ഫോട്ടോസും ഒക്കെ ഇട്ട് ശരിയാവത്തില്ല. അപ്പം ക്യാമറയിലൊക്കെ എടുത്ത കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ അന്ന് കാണുന്നത് വരെ, അതെ, രാധുശ്രീ വ്ലോഗ് സൈനിങ് ഓഫ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.